ഇഞ്ചുറി റിപ്പോർട്ടഡ് ആയി കഴിഞ്ഞാൽ അതിന് റിലീസാവുന്നത് വരെ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. അഥവാ നമുക്ക് ട്രാവൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ക്ലോസ് ചെയ്യണം. പിന്നെ അവിടുന്ന് അങ്ങോട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ കവർ ചെയ്യണം. പിന്നെ അത് മാത്രമല്ല, ഡ്യൂട്ടിക്ക് ടൈം ടു ടൈം ജോയിൻ ചെയ്യണം. ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം, പക്ഷേ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ ലൈറ്റ് ഡ്യൂട്ടിയാണ്. നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അത് മാത്രം ചെയ്താൽ മതി. മറ്റത് നമ്മൾ ഇഞ്ചുറി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളവിടെ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂട്ടി എന്താണോ അതേ ഡ്യൂട്ടി തന്നെ ചെയ്തിരിക്കണം. അങ്ങനൊരു ഇതുണ്ട്. അപ്പോൾ എനിക്ക് ആ സമയത്ത് എൻ്റെ ഈ കൈകൊണ്ട് ഒന്നും എടുക്കാനോ, ജസ്റ്റ് ഒരു പേപ്പർ എടുക്കാൻ പോലും എനിക്ക് ഈ കൈകൊണ്ട് ഈ വിരലിങ്ങനെ കൂട്ടിപ്പിടിക്കാൻ പറ്റില്ല. പേപ്പർ എടുക്കേണ്ട കാര്യമില്ല, നമ്മൾ ഈ വിരല് ഇങ്ങനെ നിൽക്കുന്ന വിരലിനൊന്നും ഇങ്ങനെ കൂട്ടിപ്പിടിക്കാണ് അതുപോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ കുറേ ദിവസം, കുറേ മാസങ്ങൾ ഞാൻ പോയി. നല്ല പെയിൻ എന്ന് പറഞ്ഞാൽ അപാര പെയിനാണ്. അതാണ് നിന്റെ നീടെ പ്രോബ്ലം എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കതൊക്കെ ഓർമ്മ വന്നു. കാരണം അത്ര വേദന നമ്മൾ സഹിക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പം എല്ലാം ഓക്കെയാണ്. ഇപ്പം ഞാൻ എയർപോർട്ടിലല്ല, ഇപ്പം ഞാൻ എൻ്റേതായൊരു ബിസിനസ് കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ ബിസിനസ് ഞാൻ ഫ്രീലാൻസ് പോലെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അൽഹംദുലില്ലാഹ് ചെറിയ ഗ്രോത്ത് ഒക്കെ ഉണ്ട്. ഫ്രീലാൻസിൽ നിന്ന് മാറി ലൈസൻസായി, കമ്പനിയായി. ഇപ്പോൾ ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെറിയ രീതിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ചെറിയൊരു പെർഫ്യൂമിൻ്റെ ഒരു സംഭവം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് വലിയ രീതിയിൽ മാർക്കറ്റിംഗ് ഒന്നും കൊടുത്തിട്ടില്ല, എസ്റ്റാബ്ലിഷ് ആക്കിയിട്ടില്ല. നമ്മളെ അറിയപ്പെടുന്ന കുറച്ച് സുഹൃത്തുക്കൾക്കിടയിൽ മാത്രം ഞാനാണ് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളൂ. എല്ലാം സൂപ്പറാവട്ടെ, പ്രാർത്ഥനകളിൽ ഉണ്ടാവട്ടെ. എപ്പോഴും നമ്മളെയും ഉൾപ്പെടുത്തും നിങ്ങളുടെ പ്രാർത്ഥനകളിൽ. വീട്ടിലാരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല വിജീഷയെ? വീട്ടിലാരൊക്കെ ഉണ്ട്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? അപ്പോൾ ഈ പെർഫ്യൂം ബിസിനസ് ഇപ്പം ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചായിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ച് സുഹൃത്തുക്കൾക്കിടയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ഞാനൊരു 4-5 ഫ്ലേവറാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഊത്, അതുപോലെ ലൈറ്റ് ഊത്, സ്മോക്ക് ടൈപ്പ്, പിന്നെ ഒരു ഫ്രഞ്ച് ടൈപ്പ്, പിന്നെ ഒരു ഫ്ലോറൽ. അങ്ങനെ ഒരു 4-5 ടൈപ്പാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ 5നും എനിക്ക് നല്ല റിസൾട്ട് ഉണ്ട്. കുറച്ച് സുഹൃത്തുക്കൾ കണ്ടിന്യൂസ് ആയിട്ട് അത് വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നാട്ടിൽ വരേണ്ട കാര്യമുണ്ട്. അപ്പോൾ നാട്ടിലൊക്കെ വന്ന് പോകുന്നതിന് ശേഷം അമ്മ, അപ്പ, ചേട്ടൻ, ചേട്ടൻ്റെ വൈഫ്, കൊച്ച്, പിന്നെ ഞാൻ. ഓക്കെ. അപ്പോൾ ചേട്ടൻ്റെ കൊച്ചെന്ന് പറയുമ്പോൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവാനുള്ള പ്രായം ആയിട്ടുണ്ടോ? അങ്ങനെ ഇപ്പം നമ്മളെ ഈ അവസ്ഥ കുട്ടികൾക്ക് അറിയില്ല, ചെറിയ കുട്ടികളാകുമ്പോൾ. ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആർക്കും നമ്മൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഒരു ലൈക്ക് പോലും വന്നിട്ടില്ല വിജീഷ. കാണുന്നില്ല നീ എത്രയോ പേരെ ഇരിക്കുന്നത്. ഒരു പേരിന് പോലും നമ്മളെ നോവിക്കുന്നില്ല എന്ന് പറയില്ല നമ്മൾ, അതുപോലെ പേരിന് പോലും വരുന്നില്ല. 2.5 years ഓൾഡ് കൊച്ചിന്. 2.5 ആയിട്ടുള്ളൂ. അപ്പോൾ നീ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം പിള്ളേർക്ക് അറിയില്ല, ഓടി വന്ന് കയറുക, ചാടുക. അവർക്ക് മാമനല്ല, ചേട്ടൻ്റെ മോനാണ്. അപ്പോൾ എന്താ പറയുക, കൊച്ചച്ഛനാവും അല്ലേ, അല്ലെങ്കിൽ പാപ്പൻ എന്ന് പറഞ്ഞാൽ അമ്മ, അങ്ങനല്ലേ? ഞാൻ കണ്ടു കുറേ പേർ വന്ന് പോകുന്നുണ്ട് ലൈവിൽ. അതെ, ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ഒരു ഇത് പറയുന്ന പോലെ പേരിന് പോലും നമ്മളെ നോവിക്കാൻ ആരും താല്പര്യം. അത് ചിലപ്പോൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് തോന്നുന്നുണ്ടാവും വേദനിപ്പിക്കേണ്ട, ഒരു പാവം ആ സൈഡിലൂടെ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് ചിന്തിക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും നമ്മളെ വേദനിപ്പിക്കാതെ അങ്ങനെ വിട്ട് സന്തോഷിപ്പിക്കാതെയും അവർ സൈലൻ്റ് ആയിട്ടിരിക്കും. ഇപ്പോഴും കണ്ടില്ല എത്ര പേര് ഇരിക്കുന്നത്. ചിലപ്പോൾ ഞാൻ പറയണത് മനസ്സിലാവാണ്ടായിരിക്കും കേട്ടോ, അതും പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ മലയാളീസ് അല്ല എങ്കിൽ ഞാൻ ഈ പറയുന്നത് അവർക്ക് മനസ്സിലാവാതെ അവരെന്ത് പറയും, അവരെന്ത് ചെയ്യും? ചിലപ്പോൾ ഈ പ്രകൃതി ബാക്കിൽ കാണുന്ന ഈ ഇലയും പച്ചയും ഒക്കെ വെളിച്ചമൊക്കെ കാണുമ്പോൾ അത് കാണാനായിട്ടിരിക്കുന്ന കുറേ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവാം, എന്നെ കാണാനായിട്ട് അല്ലെങ്കിൽ എന്നെ ശ്രവിക്കാനായിട്ടല്ലാത്ത. ഇപ്പോൾ വിനീഷ് ഇപ്പം എന്നെ കേൾക്കാനോ, വിനീഷിനെ ഞാൻ കേൾക്കാനായിട്ടാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പക്ഷെ അതല്ലാതെ ഈ നമ്മുടെ ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്, അതിനെ കാണാനും ഒക്കെ ആയിട്ടിരിക്കുന്ന കുറച്ച് പേരുണ്ടാവാം. ചിലപ്പോൾ ലാംഗ്വേജ് ഇഷ്യൂ ആയിരിക്കും, ചിലപ്പോൾ മടിയായിരിക്കും. അതെ, രണ്ടും ആവാം. കാരണം ഈ സമയത്തൊക്കെ ചിലപ്പോൾ ഓൺലൈനിൽ വരുമ്പോൾ അവരറിയുന്നവർ ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവർക്കിടയിൽ ഒരു ഇഷ്യൂ വരും. നിങ്ങൾക്ക് എന്താ ഉറക്കല്ലേ, നിങ്ങൾക്ക് എന്താ ഭ്രാന്താണ്, ഇതൊക്കെ വല്ലാത്തൊരു സംഭവമാണ്.